കല്ലുവേ, നീ എന്റെ വാച്ച് കണ്ടിരുന്നോ? കുളിക്കാൻ പോവാണെന്ന് പറയണ കേട്ടു. ഇവക്കെന്താ പ്രാന്തായോ? ഞാനിപ്പോ എന്താ പറഞ്ഞത് കേട്ടാ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ഐഷു, ആ ബിജുവെങ്കിലേ എങ്ങനെയാ അപ്പുവാന്റി കെട്ടിയെന്ന് അറിയാൻ ആഗ്രഹിച്ച് നിക്കണമ്മ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങള് ഒളിഞ്ഞു കേട്ട്. സമയം എത്ര കേട്ടാ? കഴിഞ്ഞ 1 മണിക്കൂറിനിടയിൽ നീ ഇത് എത്രാമത്തെ തവണയെ ചോദിക്കണേന്ന് അറിയോ? അതിനാണ് ഞാൻ വാച്ച് തപ്പണേ, അതൊട്ട് കാണൂല്ല. ഹായ് ബിജു, എന്തേ താമസിച്ചേ? രഘുവേ, നിന്റെ ഭാര്യയ്ക്ക് ഇതെന്താ പറ്റിയേ? അത് അമ്മ അങ്കിളിനെ കാണാൻ ദാഹിച്ച് മോഹിച്ച് കാത്തിരിക്കുന്നായിരുന്നു. അത് കുട്ടി എന്തോ വെളിവില്ലാതെ പറയണ. നീ കേറിയിരിക്ക്. ആരോടെന്താ പറയണ്ടേന്നറിയില്ല. ചെല്ലല്ലേ, അപ്പുറത്ത് പോയി കളിച്ചേ. ഓക്കേ അമ്മേ. ചേച്ചി, നമുക്ക് അപ്പുറത്ത് പോയിട്ടേ ഒളിഞ്ഞു തെക്കാം. മോനെ അശ്വിനെ, നീയും പൊക്കോളൂ. ഞാൻ നിക്കണേന് എന്താണാവോ? വന്ന കളി നിക്കാതെ ഇരിക്ക്. പെട്ടെന്ന് ചോദിക്കരുത് കേട്ടാ. അല്ല, കല്ലുവിന്റെ മുഖം കണ്ടിട്ട് എന്തോ എന്റെന്ന് അറിയണമെന്ന് തോന്നണു. ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്നാലും ആരാന്റെ പേഴ്സണൽ കാര്യം മുഖത്ത് നോക്കി. ഒന്ന് ചോദിക്കരുത് കേട്ടാ, പ്ലീസ്. ബിജുവേ, എനിക്ക് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. ചോദിക്കടാ. അതെ, കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അത് നന്നായി. അയ്യോ സോറി, ഞാൻ പറയാൻ വന്നത് അത് കഷ്ടായി എന്നാണ്, മാറിപ്പോയതാ. രഘുവേട്ടൻ ചോദിക്കാൻ വന്ന എന്താച്ചാ, ബിജു ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ആ അതെ. അപ്പൊ അപർണെ എങ്ങനെയാണ് പരിചയപ്പെട്ടേന്ന് ഒന്ന് പറയാവോ? ഓ, അതായിരുന്നൊരു ചുറ്റിക്കളിയില്ലേ? ഞാൻ ആകെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ശരി, പറയാലോ. അല്ല, നിനക്ക് വിരോധം ഇല്ലെങ്കിൽ മതി. എന്ത് വിരോധം? കണ്ടില്ലേ, ബിജുവിന് ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ജനിച്ചു വളർന്നത് നിങ്ങളെപ്പോലെ പട്ടണത്തിലല്ല, ഇതുപോലത്തെ ഒരു ഗ്രാമത്തിലായിരുന്നു. എൻ്റെ അച്ഛനൊരു സാധാരണ കൃഷിപ്പണിക്കാരനാണ്. കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോളൂ. മിടുക്കനായിട്ട് പഠിച്ചു വളരണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ പട്ടണത്തിലെ കോളേജിലാ ചേർത്തു. കോളേജിൽ ഗായകനായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയതോടെ പെൺകുട്ടികളുടെ ഒരുപാട് പേര് എന്റെ ഫാനായി. ബിജു പാടേ, അതൊരു പുതിയ അറിവാണല്ലോ. എന്നാ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? പിന്നെ അതിനുള്ള നേരം ഒന്ന് പോയരെ കേട്ടാ. ബിജു, യു കണ്ടിന്യൂ. ആരാന്റെ വീട്ടിലെ കാര്യമാണ് സീരിയൽ കാണുന്ന പോലെ കേൾക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ എവിടെയാ ഞാൻ പറഞ്ഞു നിർത്തിയത്? പാട്ട് പാട്ട്. ബിജു, നീ പാട് മാത്രമേ ചെയ്തിരുന്നുള്ളൂ? അല്ല, ചെണ്ടയും കൂടെ കൊട്ടുമായിരുന്നു. ഒന്നും മിണ്ടാണ്ടിരിക്കരുത് കേട്ടാ. ഗിറ്റാറും വായിക്കും. അപ്പൊ പിന്നെ പെൺകുട്ടികൾ പറയെ നടന്നില്ലെങ്കിലേ അതിശയുള്ളൂ. അതെന്താ, നിന്റെ കോളേജിൽ വല്ല ഗിറ്റാർ വായിക്കുന്ന പയ്യന്മാരുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ പെൺവേഷം കെട്ടേണ്ടി വന്നേനെ. ഞാൻ വിമൻസ് കോളേജിലല്ലേ പഠിച്ചത്. ഓ, അത് മറന്നു. ഈ ഇടയ്ക്കേറി സംസാരിക്കണത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ടാട്ടാ. രഘുവേട്ടനെ കേൾക്കാൻ താല്പര്യമില്ല വെച്ചാ കുട്ടികളുടെ അടുത്തേക്ക് പൊക്കോളൂ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. That's my good boy. You continue, രഘു. ഞാൻ MSc പഠിക്കുന്ന കാലത്ത് അപർണ BSc ജോയിൻ ചെയ്തു. ഇനി ഞാൻ പറയാം. പ്രപ്പോസ് ചെയ്തത് അപർണയായിരിക്കും അല്ലേ? അതെ. അപർണയെ കാണാൻ നല്ലതല്ലേ? രഘു മൂക്കും കുത്തി വീണ് കാണും. ഇത്തവണ കല്ലുവിന് തെറ്റി. ഞാനത് റിജക്ട് ചെയ്തു. അതെന്താ വേണ്ടാന്ന് വെച്ചേ? എന്തോ എനിക്ക് ഓവർ സ്മാർട്ട് ആണെന്ന് തോന്നി. അവളെ സ്നേഹിക്കുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ തീർത്താ പറഞ്ഞു. അല്ല, പിന്നെ എപ്പോഴാ നിങ്ങള് കാക്ക തുടങ്ങുന്നത്? അതും കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ടാണ്. മുമ്പും പെൺകുട്ടികളെ റിജക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാവും ഈ സംഭവമൊക്കെ ഞാൻ അപ്ലൈ മറന്നു. അങ്ങനെ ഇരിക്കെ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. കോളേജിൽ ഞാൻ പാടിയ പാട്ടില് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അത്രേ. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തെറ്റിച്ചല്ല പാടിയെന്ന്. എന്നിട്ടും ഞാനൊന്ന് വെരിഫൈ ചെയ്തപ്പോ സംഭവം കറക്റ്റ് ആയിരുന്നു. സംഗീതത്തില് അത്രയ്ക്ക് ആഴത്തിലുള്ള അറിവ് എന്നെ ശരിക്കും അമ്പരപ്പിച്ചു. അതാരാണെന്നറിയാൻ വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. അപർണയായിരുന്നു. അന്ന് എനിക്കറിയില്ലായിരുന്നു ആരാണെന്ന്. പിന്നീട് പലപ്പോഴും ആ ഫോണിൽ നിന്ന് ഓരോരോ മെസ്സേജസ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. നമ്പർ വെച്ച് ട്രേസ് ചെയ്തൂടെ? ഇതിപ്പോ കേട്ടിട്ട് സീരിയൽ പോലെയല്ല, സിനിമ കഥ പോലെയാണ് തോന്നണേ. അത് ഞങ്ങൾ ആണുങ്ങൾക്കും ഭയങ്കര ഇഷ്ടാട്ടാ. ട്രേസ് ചെയ്ത ആളെ കിട്ടുകയും ചെയ്തു. പക്ഷെ അത് 70 കഴിഞ്ഞൊരു അമ്മൂമ്മയായിരുന്നു. അവർക്കാച്ചാ ഇതിനെ പറ്റിയിട്ട് ഒരു പിടിയുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒന്നുകിൽ അവരുടെ ഫോൺ അല്ലെങ്കിൽ അവരുടെ സിം ഏതോ ഒന്ന് ആരോ അടിച്ചു മാറ്റുന്നുണ്ട്, അതും എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം. ഇതിനിടെ പലപ്പോഴും അവൾ എനിക്ക് വാട്സപ്പ് മെസ്സേജസ് അയക്കാൻ തുടങ്ങി. സംഗീതത്തിൽ തുടങ്ങിയ അത് പിന്നീട് കഥകളിലേക്കും കവിതകളിലേക്കും ഒക്കെ വഴിമാറി. ഷേക്സ്പിയറിനെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിടിച്ചു. അവൾ പഠിക്കുന്നത് BA ലിറ്ററേച്ചറിനാണ്. എന്നിട്ട് ആദ്യമൊക്കെ അതൊരു കൗതുകമായിരുന്നെങ്കിലും രാത്രി മഴയെ സ്നേഹിച്ച പെൺകുട്ടിയുടെ ആരാധകനായിട്ട് ഞാനും മാറി. ഒരിക്കൽ അവൾ എനിക്ക് മെസ്സേജ് അയച്ചു, ആരാന്നറിയാൻ ശ്രമിക്കരുത്, വീട്ടിലറിഞ്ഞ പ്രശ്നമാവുമെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആർക്കാണെങ്കിലും അറിയാൻ തോന്നാണ്ടിരിക്കോ? ഉവെങ്കിലും അവളുടെ ഒരു ചോദ്യം എന്നെ വല്ലാതെ ഒലിച്ചു. മുഖവും രൂപവും കണ്ടിട്ടേ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ.
അവളുടെ മനസ്സിനെ സ്നേഹിക്കാനാവില്ലേ എന്ന്. എന്റെ ഈശ്വര, അപർണ ഇങ്ങനൊക്കെ സംസാരിക്കുവോ? പ്രേമിക്കുന്ന കാലത്തെ എന്തും പറയും. സത്യം. പിന്നെ ഞാനും തീരുമാനിച്ചു മുഖമില്ലാത്ത പെൺകുട്ടിയുടെ ആത്മാവിനെ സ്നേഹിക്കാൻ. കേട്ടാ, നമ്മള് വിചാരിച്ചൊരു പുള്ളിയല്ലാട്ടാ ഇങ്ങോര്. സത്യം. പിന്നെ എപ്പോഴാ ബിജു അപർണ മറന്നേക്ക് പുറത്തു വന്നത്? ഇപ്പൊ മറന്നേക്ക് പുറത്തു വന്നതേ ഞങ്ങളാ. എന്തിനാണ് അവ രസം കൊല്ലം ഇപ്പൊ തന്നെ ഇങ്ങടേക്ക് എഴുന്നള്ളിയത്? അതെമ്മേ, പേര് വിളിക്കാൻ സമയായി. സമയം പോയത് ഞാനും അറിഞ്ഞില്ല കേട്ടോ. ഹായ് തക്കുടു, ഹായ് റിഥ ഫാത്തിമ. തക്കുടു വാവയാണോ ചേട്ടനാണോ? അതെ, ഞങ്ങൾ ഇപ്പൊ പോവാ, ബാക്കി ഒളിച്ചു കേൾക്കാനുള്ളതാണ്. ബിജു അത് അപർണയാണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഞങ്ങൾ ചൂടോടെ അറിയട്ടെ. അത് നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടല്ലേ മുത്തുമണീസ്.